വാതിലെടുക്കണം ചാടത്തിന്റെ. അപ്പൊ ഒടുവിൽ നിങ്ങൾ വന്നല്ലേ? ഓ നൈസ് നൈസ് നൈസ്. എടാ ചങ്ങായി ഇതെന്താ ഫുള്ള് താടിയൊക്കെ വന്നാലോ? എന്ത് ചെയ്യാനാ? പ്രോട്ടീൻ പ്രോട്ടീൻ. നീ അങ്ങനെ തടിച്ചല്ലോ. അത് ഫുൾ ഫുഡിങ് ആണോ? വർക്കും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ എന്ത് പറയാനോ? ഷോകാണ്. ഭയങ്കര പ്രശ്നങ്ങളാണ്. കോളേജ് തന്നെ ആയിരുന്നു. കോളേജ് അവര് ഇപ്പൊ വർക്ക് ഉണ്ട്. അവർക്ക് സൺഡേ വർക്ക് ഉണ്ട്. ഫ്ലാറ്റ് കണ്ടിട്ടില്ലല്ലോ. പ്രതീക്ഷ പോലെയല്ല. എടാ സൂപ്പർ ആയിട്ടല്ലോ റൂമൊക്കെ. എന്താ ചെയ്യാ? എടാ നോക്കടാ മാനോന്റെ ഹാരി പോട്ടർ. ഹാരി പോട്ടർ പറഞ്ഞവൻ എല്ലാം അറിയും. അവൻ ആകെ കോളേജിൽ തന്നെ ഒരു വടം മാത്രം. അവര് ലേറ്റ് ആവണം. നമ്മൾ ഈ ടൈം വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. വന്നിട്ട് കണ്ടിട്ടില്ല. ഒരു വർഷം മുന്നേ പണി കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതും ഞാനിപ്പോ കാണാറില്ല. ഞാൻ കാണുന്നത് തന്നെ എപ്പോഴും ഒരു ശനിയാഴ്ച അങ്ങനെയൊക്കെയാണ്. കസേലും ഇതൊക്കെ ഇല്ല കേട്ടോ. അവിടെ ഇരുന്നോ ഇരിക്കടോ. ടെറസിലേക്ക് പോന്നോ? ടെറസില് കലോത്സവത്തിനെ നമ്മൾ ഡാൻസ് കളിച്ചാൽ ഓർമ്മല്ലേ? നീ അറിഞ്ഞോ അതിൽ ഏറ്റവും ഒറിജിനാലിറ്റി വരുന്ന ഇവനാ. അതാ നമുക്ക് മുകളിലേക്ക് പോവാം. ഈ സ്ഥലത്തൊക്കെ നല്ല ഫ്ലാറ്റ്സ് ഉണ്ട്. അവിടെ കുട്ടികളും മെല്ലെ കയറിട്ടോ. മെല്ലെ നോക്കിട്ട് കയറി. അധികം ഇവിടുന്ന് വീണ് കെട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശരിയാണ്. നീയൊക്കെ ആ മതില് കാര്യം ചാടി ഓർമ്മയുണ്ടോ അന്ന്? ഞാനും സൈക്കോവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അതും ശരിയാ. ഇതാണ് ഇങ്ങനെ സാധ്യതകളുടെ നഗരാണ് ബാംഗ്ലൂർ. ഇവിടെ നോക്കി എങ്ങനെ സാധ്യതകൾ. നിങ്ങളെങ്ങനെ എന്നാലും കറക്റ്റ് ഈ ട്രാഫിക് ഉള്ള അടുത്ത് തന്നെ ട്രെയിൻ എന്താ വ്യൂ? പിന്നെ അതല്ലേ ഞാൻ ഇവിടെ തന്നെ ഫ്ലാറ്റ് എടുത്തത്. ഇതിപ്പോ മഞ്ഞാണോ പുകയാണോ? അതിപ്പോ പറയാൻ പറ്റില്ല. അതിപ്പോ അങ്ങനെയാണ്. ആകെപ്പാടെ കൂടി തിരക്ക് പിടിച്ചിരുന്ന മൈൻഡില്ല. പക്ഷേ ഈ ബാംഗ്ലൂർ അല്ലേ വൈബ്? അത് വൈബ് അതാണ്. വൈബും അതാണ്. സാധനം ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ നമ്മളൊന്ന് ഓർഡർ ചെയ്താ ഇപ്പൊ രണ്ടോട്ടം അങ്ങനെ ഞെക്കിയ സാധനം ഇങ്ങോട്ട് കിട്ടി അല്ലേ? ഒഴിവാക്ക വേറെന്താ ലൈഫ് വരിക. അതിപ്പോ നിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതാണ് അധ്വാനിക്കുന്ന ജനവർഗാണ് അറിയാലോ. ഇവിടുത്തെ ഓണർ എങ്ങനെയുണ്ട്? അത് കൊഴപ്പില്ല. നീ കൂടെ അതെ അധികം അങ്ങോട്ടേക്ക് നോക്കണ്ട. ഞാൻ എപ്പോഴും നോക്കുന്ന അവൻ ബുക്ക് ചെയ്ത് വെച്ചാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എടാ നമ്മുടെ ഇവരൊക്കെയാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ കൂടെ വർക്ക് ശ്രീലക്ഷ്മി ഒക്കെ കോളേജിലുള്ള അവര് പൂനെയിൽ എങ്ങനെ പോകുന്നത്? എന്തൊക്കെ അവരുടെ ബാംഗ്ലൂരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓ ബാംഗ്ലൂർ സുഖമായിരുന്നു. പക്ഷെ അവർക്ക് പൂനെയിലേക്ക് 6 മാസത്തേക്ക് കണ്ട് കിട്ടിയത് കേൾക്കുന്നു. പിന്നെ പണ്ട് ശ്രീലക്ഷ്മിയൊക്കെ കളിയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ടോ? കോളേജിൽ എന്തൊക്കെ നമ്മുടെ മെയിൻ ആള് എവിടെ? ചേട്ടാ എങ്ങനെ മുംബൈക്ക് പോണ പോക്ക്? ഞാൻ പറയുകയാണെങ്കിൽ ഫെബ്രുവരി 8, 9, 10, 11 4 ദിവസം എല്ലാരും ഉണ്ടാവും ചെക്കന്മാരെല്ലാം. മീറ്റിംഗ് ആണ് പ്രശ്നം. ഇവിടെ അനങ്ങാൻ പറ്റുന്നുണ്ടോ? ഞാൻ പണ്ടത്തെ പോലും വിടില്ലേ ഇപ്പൊ. പക്ഷെ ഇത് ഞാൻ ഗുച്ചോനെ വിളിച്ചിരുന്നു. ഗുച്ച വിളിച്ചിട്ട് വരണട്ടോ എന്നൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു നമുക്ക് നല്ല തള്ളുണ്ടാക്കാം നമുക്ക്. പക്ഷെ അവനെ മലയാളം പഠിപ്പിച്ച ക്രെഡിറ്റ് മൊത്തം എനിക്കാണ്. അവൻ അല്ലെങ്കിൽ മലയാളം പഠിക്കും. അവൻ തമിഴ് ബ്രാഹ്മണല്ലേ? ബാഹുബലി കാണാൻ പോയിട്ട് ഒരു അക്ഷരം മനസ്സിലായിട്ടില്ല. അതെന്താ പറഞ്ഞ? പിന്നെ പൂണൂലയച്ച് ചിക്കൻ നല്ല ചിക്കൻ തന്തൂറി. ഓൻ എന്നെ പോലും തിരിക്കില്ലടാ. അതാ
പക്ഷെ അടിപൊളിയായിരുന്നു എടാ. ആ കോളേജ് ലൈഫൊക്കെ മിസ്സിംഗ് എപ്പോഴും ഓർമ്മ മറ്റേ ആന്ധ്രക്കാരുമായിട്ട് അന്ന് നല്ല ടൈംസ് ഒരുത്ത പഴക്കെ കുത്തി ഒന്നുമല്ല, ആന്ധ്രക്കാരും കോളേജൊന്നുമല്ല, മാതാസും അവിടുത്തെ 52 രൂപയുടെ ഊണും. സത്യമാണത്. കായല് അതൊക്കെയാണോ ലൈഫ്. സംഭവം കോളേജ് വെറുപ്പിക്കലാണെന്ന് വെച്ചാലും ഒരു രസമൊക്കെ ഉണ്ട്. കുഞ്ഞിപ്പോന് പെണ്ണിനെ നോക്കാനിട്ടാ. നൈസാണല്ലോ. ഈ അമ്മേനെ കാണാൻ പോയിണ്ടോ? ഞാൻ പോയിട്ടില്ല. 4 കൊല്ലത്തിന്റെ ഇടയ്ക്ക് അവിടെ പോവാത്ത കാര്യം. ലാസ്റ്റ് ക്ലാസ് ഫോട്ടോ എടുത്തില്ലേ, ആ സമയത്ത് ഞാൻ പോയിട്ടില്ല. ഫോട്ടോ പോയിട്ടാ എന്റെ നല്ല കാര്യമാണ്. ആരാണ് വിളിക്കുന്നത്? അതാണ് സംഭവം. പണ്ടത്തെ കോളേജ് ലൈഫൊക്കെ വൻ മിസ്സിംഗ് ആണോ. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നടന്നത്. ചീഞ്ഞു മറ്റേ വന്നല്ലേ കോച്ചിങ് ആണല്ലോ. ബുദ്ധി കളിച്ചു. നമ്മളിവിടെ ജോലിക്ക് കയറിയിട്ട് ഞാൻ ചീഞ്ഞുവിനെ വിളിച്ചിരുന്നു. അതിൽ ചീഞ്ഞു പറയാണ് മറ്റേ അവിടെ എല്ലാരും ബാങ്കിനും PSCക്കും വേണ്ടി ചത്തപ്പെടുത്തായിരുന്നു അത്ര. അവനാണ് വന്നത് തൊട്ടിട്ട് പിന്നെ ഒരു 5 മണിന്ന് വെച്ചാൽ എല്ലാരും കൂടി ഫുട്ബോളിനോട് ഫുള്ള് ബഹളാന്ന് പറഞ്ഞു. പിന്നെ ഒരാളുടെ ഗുണം എടാ ആരാ അതന്നെ അതവിടെ ഉണ്ടല്ലോ. അത് അവളുടെ വിശേഷം പണ്ടത്തെ മണ്ടത്തരങ്ങൾ ഇപ്പോഴും പണ്ട് ഞാനവള് റെയിൽവേ സ്റ്റേഷനിൽ മറ്റേത് കയറാൻ സംഭവം ഉള്ളത് തന്നെയാണ്. ആടെ എന്നോട് ചോദിച്ചാ ട്രെയിൻ വരുമ്പോ എടാ ഇതെന്താ ട്രെയിനിൽ തൊട്ടാ നമുക്ക് ഷോക്ക് അടിക്കാത്ത. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ച് അത് അടിപൊളിയായി എന്തായാലും. അത് പക്ഷെ അവൾ എന്തിട്ട് സമ്മതിച്ചിരുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫുൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് കാണലുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ് ആണ്. അടിപൊളി പൊല്യൂഷൻ ആണ്. അതാ സീനല്ല. പിന്നെ നമ്മുടെ ഇവിടെ ഗേൾസ് ആരൊക്കെ ഉണ്ട്? ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട്. ആരെയും കാണലേ ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ രാക്ഷസൻ നമ്മുടെ ഹരിവിഷ്ണു ഇവിടെ ഉണ്ട്. തമ്മാനെ രാക്ഷസ ആട്ടി വിട്ടു പോയിട്ടു. അതുണ്ടായി. ഞാനും ആ PG-യിലായിരുന്നല്ലോ. അപ്പൊ സംഭവങ്ങളൊക്കെ നീയല്ലാതായിരുന്നു PG-യുടെ ഓപ്പോസിറ്റ്. അല്ല എന്തിനാ ആട്ടി വിട്ടാവനെ? ആട്ടി വിട്ട എന്തിനാ? അത് അവൻ എന്തോ തമ്പാനെ അറിയാലോ എല്ലാവർക്കും. അപ്പൊ അവൻ വെറുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ എണീച്ച് പോയി കൂടാറുണ്ട്. നോക്കണം എന്താണ് വ്യൂ. KP ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫോട്ടോ എടുത്ത് പൊളിച്ചത്. KP-യുടെ കാര്യം പറഞ്ഞപ്പോ KP ഇപ്പൊ നൈസാട്ടോ. നൈസായിട്ട് തുടങ്ങിയല്ലേ പരിപാടി? ഇവിടെ ഷോർട്ട് ഫിലിം ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ. അടിപൊളിയാണ്. നടന്മാരൊക്കെ കിട്ടിയാതെ നമ്മളൊക്കെ ഇല്ലേ. സ്റ്റാർ ആരറിയോ? ലുട്ടു. ഞാൻ പറഞ്ഞ ആഴ്ചയില് തിങ്കൾ മുതൽ വെള്ളി വരെ സിവിൽ സർവീസ്, ശനി ഞായർ മറ്റേ കാറ്റ് കോച്ച്, പിന്നെ വേറെ ഫുട്ബോളിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഫോട്ടോഗ്രാഫി പഠിക്കാൻ സർവകലാവല്ലോ. ഞാൻ വേറെ കോമഡി ഉണ്ട്. എന്റെ അവിടുന്ന് കൂട്ടുകാരോട് പറഞ്ഞു അവന് അവിടെ IAS 97% RPI എന്താ പെർസെന്റേജ് അവന് കിട്ടിയായിരുന്നു. IIM കിട്ടിയതാണ്. പക്ഷെ അവൻ പോയില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ കുട്ടി വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഞാൻ തള്ളു പറഞ്ഞിട്ട് ഞാൻ പറയാൻ തോന്നുന്നു വിശ്വസിക്കുന്നില്ല. അന്ന് ഓർമ്മയുണ്ട്. ഞാൻ നോക്കുമ്പോ രാവിലെ എഴുന്നേറ്റ് എവിടെ പോ ഒരു എക്സാം ഉണ്ട് പോയിട്ട് വരാം. റിസൾട്ട് 97. അവിടെ അച്ചുബേബി ഉണ്ട്. അച്ചുബേബിന് ശരിക്കും പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു പുരുഷനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് കലോത്സവത്തിന് പിന്നെ സ്റ്റാർ ആയത് തൊഴുവാണ്. കോളേജിൽ ഉണ്ടായിരുന്ന ഒരാളും മറക്കില്ല. ഇങ്ങോട്ട് വന്ന് മറ്റേ ട്യൂഷനൊക്കെ എടുക്കാന്ന് പഠിപ്പിക്കാൻ. പിന്നെ ഫെയർവെല്ലിന് മേനോന്റെ കൺമണി അൺബോർഡ് കാതലൻ അത് കളിയാക്കാൻ വേണ്ടി വിളിച്ചിട്ട് ജോലി കിട്ടി. മേനോനിപ്പോ എന്റെ കൂടെ ജോലി വരാറുണ്ട്. നൈസാണ്. ഉരുണ്ട് കയറിയോ? പിന്നെ വന്നാണ് ഇപ്പൊ നല്ല പെണ്ണ് കിട്ടിയാ? ഇപ്പോഴും സിംഗിളാ? നമ്മളെ ബോംബെ ഉണ്ട്. ബോംബെ പണ്ടത്തെ പോലെ തന്നെ. ബോംബെ ഇവിടെ ഇല്ല. ബോംബെ ഇവിടെ പുറത്ത്. ഇന്നും ബോംബെക്ക് ജോലി ഉണ്ടോ എനിക്കറിയില്ല. ഇവിടെ ഇതാടോ സീന്. ഷിഫ്റ്റ് വേറെ വേറെ ഷിഫ്റ്റ്. സത്യമാണ്. ബോംബെനെ കണ്ട് കൊറേ കാലം. ബോംബെ ഒക്കെ നൈസാണ്. പിന്നെന്താ ഇവിടെ ഇങ്ങനെ ബോംബെ ഉണ്ട്, രാക്ഷസനുണ്ട്, സഞ്ജയ് ഉണ്ട്. അവരൊക്കെ ഉണ്ട്. അങ്ങനെ കാണാൻ കിട്ടില്ല. അന്ന് മറ്റേ ഏട്ടന്റെ കല്യാണത്തിന് എല്ലാരും വന്നു. അതെ അതെ. സിംഗപ്പൂരിന്റെ
ബാംഗ്ലൂർക്ക് വരുന്നുണ്ടാവും. വിളിക്കാം. അങ്ങനെയാണ് എടാ സംഭവിച്ച ഇവിടെ എല്ലാരും ചേട്ടന്റെ രാവിലത്തെ ഒരു വിളിയുണ്ട് ഒരു 8 മണിയായ എടാ സിദ്ധേ സണ്ണിക്ക് ശരത്താപ്പൊ ഒന്നും പ്രതികരിക്കില്ല, എല്ലാവർക്കും ഭ്രാന്താണ്. എടാ സിദ്ധേ എണീക്കേ എണീക്കേ വെറുക്കങ്ങട്. അത് ശരിയാ. ശരത്താപ്പാണ് പിന്നെ എന്തുണ്ടായാലും ബെഡിൽ നിന്ന് നീച്ചിട്ട് ഒരു കളി. ആ അപ്പന്മാരെല്ലാം കൂടെ അരിക്ക് പോയ സമയത്ത് തന്നെ വെളുപ്പിന് ഞാൻ വേറെ റൂമിൽ കിടന്നുറങ്ങാൻ, എന്നിട്ട് പിറ്റേ ദിവസം എത്തിയപ്പോഴത്തേക്ക് റൂം അടച്ച് കൂട്ടിയിടാ, ഒന്നിനും പോകുന്നില്ല. അവസാനം ഹാസൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് റൂം തുറന്നില്ല. ഞാൻ അവസാനം ആടി മറ്റേ റിസപ്ഷനിൽ പോയിട്ട് ഒരു കീം എടുത്തിട്ട് വന്നു. എല്ലാം അങ്ങനെ റൂം തുറന്നപ്പോ നീ വേറെ മേടിക്കുന്ന എനിക്ക് അറിയാതെ നമ്മുടെ ബസ്സിൽ വയനാട് കഴിയണ വയനാട് കഴിഞ്ഞ് ബോർഡർ കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് ബസ് എടുത്തു. അപ്പുറത്തെ ബസ്സിൽ അപ്പുറത്തെ നീക്കാള്, ഇപ്പുറത്തെ ബസ്സിൽ വട മാത്രം കിടന്നു. എവിടെ വരെ തുള്ളിയെന്നറിയോ? അപ്പുറത്ത് മറ്റേ വള്ളിക്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഇടയ്ക്കൊരു സമയത്ത് ബസ് ഇങ്ങനെ ക്രോസ് ആയി. നമ്മുടെ ക്ലാസ്സിൽ അപ്പുറത്ത് അവൻ ആരോ പറഞ്ഞു, സണ്ണിയോട് തമ്പാനോട് ആരോട് പറഞ്ഞു ഇവിടെ ഉറങ്ങാൻ പറ്റുള്ള അതില് മുന്നിൽ പോയിക്കോളാം. നോക്കടാ നേരെ ഇട്ടി. എടാ നിങ്ങൾ ഇന്ന് പോകണ്ടോ? പിന്നെ രാത്രി തന്നെ പോണം. എടാ നാളെ പോയാ പോരെ? അറിയാലോ KG ഇന്ന് പോകണ്ടോ? പിന്നെ പോണടാ, നാളെ വർക്കുണ്ട്, എന്താ ചെയ്യാ. എനിക്ക് മെയിൻ പ്രശ്നം അതാണ്. നമ്മൾ IAS എത്ര തിരക്കുണ്ട്? തിരക്ക് അങ്ങനെ തിരക്കല്ല, പക്ഷെ അങ്ങനെ പോണോ എന്താ ചില സമയത്ത് തിരക്കുണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ഒന്നുമല്ല, ബുള്ളറ്റിന് ബുള്ളറ്റ്, വണ്ടിക്ക് വണ്ടി. ഇപ്പം സാലറിയും കിട്ടി തുടങ്ങി. ഇപ്പൊ പോവാന്ന് വിചാരിക്കുമ്പോ എവിടെയും ആരെയും കാണാനും പറ്റൂല. അതാണ് പ്രശ്നം. വെയ്യടോ വെയ്യ. പണ്ടത്തെ ആ കാലത്തിലേക്ക് പോവാ, വല്ല ടൈം മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നു. ആ ഫോർത്തില് ഹോസ്റ്റലൊക്കെ ആയിരുന്നു പൊളി. അതൊക്കെ കൗണ്ടർ സ്ട്രൈക്ക് മഹേഷേട്ടൻ അതെ ആരൊക്കെ ആയിരുന്നു. ദിമിത്രി മറ്റേ നമ്മുടെ ആ കാലഘട്ടൊക്കെ ഒരു കാലം. വെടിയപ്പോട് വെടിയപ്പ് എന്താലേ വെറുപ്പിച്ചിട്ട് ഷാജി പാപ്പൻ മറ്റേ മടുത്തു. നമുക്ക് നമുക്കൊരു പ്ലാൻ, ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? ലേയോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ലേ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പറ്റില്ല. സന്ധ്യ ആവാൻ തുടങ്ങി. ഇനിയിപ്പൊ ആദ്യം വീടിന് ഷോക്കായല്ലോ. ഇനിയിപ്പോ പോണേ ഇവിടെ വൈകുന്നേരം ഇനി 10-20 കിലോമീറ്റർ പോണം. എനിക്ക് 25 രാത്രി ഇറങ്ങും. ഇനി എപ്പോഴാ കാണാ അറിയില്ല. ബാക്കിയുള്ളവരെ ആകപ്പാടെ കൂടി ഇന്ന് വന്നിട്ട് ആകെ 2-3 ആൾക്കാരെ കാണുന്നു. കണ്ടില്ല. എല്ലാരും ഇവിടെ ഉണ്ടാണ്, എന്നാലും കാണാനും പറ്റില്ല. ആകെ തിരക്ക് പിടിച്ച് എന്താ അറിയാ, ഒന്നിനൊരു സമയമല്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അതേപോലെ. അറ്റ്ലീസ്റ്റ് എല്ലാരും ബാംഗ്ലൂർ ഉണ്ടെന്നേലും അറിയത്തുണ്ട്. എന്താ ചെയ്താ നാളെ വിരസമായ ബാംഗ്ലൂർ ജീവിതത്തിലേക്ക് വീണ്ടും കാലുവെക്കുന്നു അല്ലേ? കാലുവെക്കുന്നു.